ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. ഇന്നിതാ അമ്മയ്ക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ശരിക്കും ഇനി മാർച്ചിൽ പോയാൽ മതിയായിരുന്നു, പക്ഷേ അമ്മയുടെ BP ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കാണിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം അതായത് ഡിസംബറിൽ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു BP ഡെയിലി ചെക്ക് ചെയ്ത് എഴുതി വെക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചാർട്ടൊക്കെ തന്നായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ടും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് തന്നെ കുറയുന്നില്ല. അപ്പോൾ രമേശ് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കേണ്ട, സ്ട്രോക്കൊക്കെ വന്നതല്ലേ, അപ്പോൾ വേഗം പോയി ഡോക്ടറെ കാണിച്ചോളാൻ പറഞ്ഞു. ശരി, ഓക്കെ. 12:30 സമയം. അപ്പോൾ അവരൊരു 9 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം എന്ന് കരുതി. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ, അപ്പോൾ അവർ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പുട്ടും പിന്നെ കടലക്കറിയും ഏത്തക്ക പുഴുങ്ങിയതുമായിരുന്നു. അവരിനി വരുമ്പോൾ വൈകുന്നേരം ആവും, 5 മണിയൊക്കെ ആവും അവർ വരുമ്പോൾ. ഏത്തക്കയുടെ തൊലി ഞങ്ങൾ ചെടിക്ക് അരിഞ്ഞു കൊടുക്കും. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് ചെടികൾക്ക് ഇട്ട് കൊടുക്കും. ഭയങ്കര കാറ്റായിരുന്നു കിട്ടുന്ന, കാറ്റൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കടലാസ ചെടിയിലെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും. കിച്ചണും ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയാക്കി. കടലക്കറി ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചൂടാക്കി വെച്ചു. ഇനി അടുത്ത പരിപാടി പഠിക്കാതിരിക്കണം. എക്സാം ഉണ്ട് 11-ാം തീയതി, PSC എക്സാം, 10th പ്രിലിമിനറി സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ പഠിക്കാനൊക്കെ കരുതി, ഇനി വേറെ പ്രത്യേകിച്ച് അങ്ങനെ പണികളൊന്നുമില്ല. അപ്പോൾ പഠിക്കാമെന്ന് കരുതി വരികയായിരുന്നു. അപ്പോൾ ഇതാ റാണിക്കുട്ടീനെ എടുത്ത് നടക്കാൻ പറഞ്ഞിട്ട് ശല്യം. അവൾക്ക് പനി ഇങ്ങനെ കൂടുമ്പോൾ എടുത്ത് നടക്കാൻ ഇങ്ങനെ ശല്യം ചെയ്യും. എന്നും പനിയും കഫക്കെട്ടും മൂക്കടപ്പൊക്കെയാണ് അവൾക്ക്. കുറച്ച് ആരോഗ്യക്കുറവൊക്കെ ഉണ്ട്. കുറേ നേരം അവൾ ഇറങ്ങാനുള്ള ഉദ്ദേശമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പത്രം വായിക്കായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ശ്രദ്ധ മാറുമ്പം അവൾ പതുക്കെ അങ്ങ് ഇറങ്ങിപ്പോവും. അങ്ങനെ പത്രം വായനയൊക്കെ കഴിഞ്ഞ് പഠിക്കാനായിട്ട് റൂമിലോട്ട് ചെന്നപ്പം ദേ അവിടെ 2 അവനവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു, കുടു. അപ്പോൾ റാണിപ്പൂച്ച അങ്ങോട്ട് കയറി ചെന്നതാ. നന്നായിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ ഇവരിങ്ങനെ കയറി വരുന്ന കാരണം കൊണ്ട് അതൊക്കെ എടുത്ത് മാറ്റി. ഈ മാസം കടയിൽ പോയതിൻ്റെ മറ്റേ മന്ത്ലി പർച്ചേസിംഗ് അല്ലേ, അതിന് പോയതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എഴുതി വെക്കണമായിരുന്നു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും ഒരു സമാധാനം. ഇതേ നോക്ക്, റാണിപ്പൂച്ചയുടെ പരിപാടി ഇതാണ്. ഞാൻ പഠിക്കാതിരിക്കുമ്പോഴുള്ളത് പരിപാടി. ഭയങ്കര സന്തോഷമാണ് ഞാൻ പഠിക്കാൻ അവിടെ ഇരിക്കുമ്പോൾ. അച്ഛൻ വലിയ കുഴപ്പമില്ല, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. ഇവള് ഭയങ്കര കളിയാണ്.
LSGA എക്സാം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. LSGA എക്സാം വല്ലാണ്ട് എന്നെ തകർത്ത് കളഞ്ഞു. ഒരുവിധമൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്, പക്ഷേ ഭയങ്കര ടഫായിരുന്നു ആ എക്സാം. അപ്പം അതിനുശേഷം ഇങ്ങനെ പഠിത്തം അത്ര കാര്യമായിട്ട് നടന്നിട്ടില്ല. അവൾക്ക് ഉറങ്ങാൻ നല്ല മടിയാണ്, കളിപ്രാന്തായിട്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അമ്മ വിളിച്ചു കേട്ടോ. ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രാവിലെ മാത്രമായിരുന്നു പ്രഷറിൻ്റെ ഗുളിക, അപ്പോൾ ഇത് രാത്രിയും കൂടെ കഴിക്കണം. പിന്നെ ടെൻഷനൊക്കെ കുറയ്ക്കണം, വെയിറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. പിന്നെന്താ 1 മന്ത് കഴിഞ്ഞിട്ട് 1-2 ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ കഴിക്കാൻ വന്നപ്പോൾ ഇതാ ഉറങ്ങിക്കിടന്നിരുന്നവരാ. അടുക്കളയിൽ എൻ്റെ ശബ്ദം കേട്ടപ്പം അവരും വന്നു. അങ്ങനെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഓംലെറ്റും പിന്നെ തൈരും ഇന്നലത്തെ ചെറുപയർ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടി കഴിക്കാമെന്നൊക്കെ കരുതിയതായി എടുത്തു വന്നപ്പം അടുത്ത സെറ്റ് ആൾക്കാർ റോഡിലുള്ളതാണ് കേട്ടോ. അങ്ങനെ 4 പേരുണ്ട് ഫുഡ് കഴിക്കാൻ വരും. ചിലപ്പോൾ 4 പേരും ഒരു സമയത്ത് വരും, ഇല്ലെങ്കിൽ പല പല സമയത്താണ് വരിക. അച്ഛൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് അച്ഛനില്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ട് കൊടുത്തു. പിന്നെ വിചാരിച്ചു അവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കാതിരിക്കാമെന്ന്. ഞങ്ങളുടെ വീട്ടിലല്ല കേട്ടാ, പുറത്തുള്ളതാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നതാണ് 4 പേര്. അവർക്ക് പേരൊക്കെ ഉണ്ട് കേട്ടാ. ഞങ്ങൾ വിളിക്കുന്നത് വെള്ളയും കറുപ്പും, പിന്നെ കുറുക്കനെ പോലൊരു പട്ടിയുണ്ട്, അപ്പോൾ അതിനെ കുറുക്കൻ എന്ന് വിളിക്കും. പിന്നെ ഒരു ഞാഞ്ഞൂള് പോലത്തെ ഒരു പട്ടി, പിന്നെ ഒരു അമ്മപ്പട്ടി. അങ്ങനെ 4 പേര്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്രീൻ ടീ ഉണ്ടാക്കും. ഉടനെ കുടിക്കില്ല, ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ കുടിക്കും. അപ്പോൾ അതങ്ങനെ ചൂടോടുകൂടി കുടിക്കാൻ പാടില്ല എന്നിങ്ങനെ കേട്ടു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അത് ഉണ്ടാക്കി വയ്ക്കും. എള്ളുണ്ടയാണ് കേട്ടാ. എള്ളുണ്ട കഴിച്ചതാണ്, മിക്കവാറും ഉണ്ടാവും വീട്ടിൽ. അമ്മ വാങ്ങി വയ്ക്കുന്നതാണ്. അങ്ങനെതാ വീണ്ടും പഠിക്കായിരുന്നു. ഒരു 4:30 വരെയൊക്കെ ഇരുന്ന് പഠിച്ചു. എന്നിട്ടിതാ കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന അത് തയ്ക്കാൻ എടുത്തപ്പോഴത്തേക്കും അവർ വന്നു. നാലേ മുക്കാൽ കഴിഞ്ഞു അവർ വന്നപ്പോൾ. അടുത്ത മാസോ എന്നോ വീട്ടിൽ വരും പറഞ്ഞ
ഇത് അയച്ചാൽ കേട്ടോ. വേറൊന്നും പറഞ്ഞില്ല. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മാസം ഇഷ്ടമല്ല അങ്ങനെ അവർക്ക് ഇപ്പോഴാണ് കേട്ടോ സമാധാനമായത് എല്ലാവരെയും കണ്ടപ്പോൾ. അമ്മ പ്രിസ്ക്രിപ്ഷനൊക്കെ രമേശിനെ അയച്ചു കൊടുക്കാൻ പറയായിരുന്നു. രമേശിനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് രണ്ട് പുതിയ മരുന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രമേശിനെ അയച്ചു കൊടുത്തു. എപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നാലും പ്രിസ്ക്രിപ്ഷനൊക്കെ അയച്ചു കൊടുക്കും രമേശിന്. നേഴ്സുമാരൊക്കെ ഉള്ള എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ. ബജ്ജി കൊണ്ടുവന്നു. അവർ ചായ കുടിക്കാൻ കയറിയതായിരുന്നു അച്ഛനമ്മയും. അപ്പോൾ വരുമ്പോൾ എനിക്ക് ബജ്ജി വാങ്ങിയിട്ട് വന്നു. പിന്നെ ഇത് ചെയ്ത് തീർക്കാമെന്ന് കരുതി. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യമാണ് സ്റ്റിച്ചിങ്. ക്ഷമയുമില്ല. അങ്ങനെ ഭയങ്കര സ്റ്റിച്ചിങ്ങൊന്നുമില്ല, ജസ്റ്റ് ഷേപ്പ് ചെയ്യുക, കീറിയതൊക്കെ തയ്ക്കുക, ആ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കൂട്ടിയിടുമ്പോൾ സാധാരണ അമ്മയാണ് ഇതൊക്കെ ചെയ്തു തരാറ്. പക്ഷേ സ്ട്രോക്ക് വന്നതിന് ശേഷം അമ്മയ്ക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, എന്തോ ഒരു മടി. അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ അമ്മ തയ്ക്കും. ഇതിപ്പോൾ കുറേ നാളെങ്ങനെ കൂട്ടിയിട്ടിട്ട്, അപ്പോൾ വിചാരിച്ചു എല്ലാം തയ്ച്ച് വയ്ക്കാം. ഫുള്ളൊന്നും തയ്ച്ചില്ല. അപ്പോഴത്തേക്കും പിന്നെ വൈകുന്നേരത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. മുറ്റമടിക്കാൻ ഇറങ്ങിയ ഭയങ്കര സന്തോഷമാണ് റാണിക്ക്. ഇതിപ്പോൾ രാത്രി അമ്മയ്ക്ക് സൂപ്പാണ്. ചിക്കനും ഓട്സും പിന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടൊരു സൂപ്പ്. അപ്പോൾ അതിന് അരിഞ്ഞു കൊടുക്കുമായിരുന്നു. അരിഞ്ഞു കൊടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ, അമ്മയെ വെക്കണം. ഇതാ സാലഡിന് അരിയണമായിരുന്നു, അതൊക്കെ അരിഞ്ഞു വെച്ചു. മീൻ വെക്കണമായിരുന്നു പൂച്ചയ്ക്ക്, ഞാൻ മറന്നുപോയി. അപ്പോൾ അമ്മ വന്നപ്പോൾ പെട്ടെന്ന് വെള്ളത്തിലിട്ട്, അപ്പോൾ ഞാനത് നന്നാക്കി കൊടുത്തു. അമ്മ വന്ന വശം അതാ ചോദിച്ചത്, പൂച്ചയുടെ മീൻ വെച്ചോന്ന്. ഞാൻ മറന്നുപോയി. അങ്ങനെ തക്കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും സൂപ്പ് കുടിച്ചു. ചപ്പാത്തിയാണ് ഞാൻ രാത്രി കഴിക്കാറ്, അപ്പോൾ ഉണ്ടാക്കാൻ ഒരു മടി. അപ്പോൾ എനിക്കും സൂപ്പ് മതിയെന്ന് പറഞ്ഞു. തുണിയൊക്കെ രാത്രി മുക്കി വയ്ക്കിയപ്പോൾ രാവിലെ എണീറ്റ് കഴുകിയിടാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും പഠിക്കാൻ വന്നിരുന്നു. ഇനി കുറച്ച് നേരം ഇരുന്ന് പഠിക്കണം. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, വോയിസ് ഓവർ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഒരു 11:30 വരെയൊക്കെ ഇരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.